ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഒത്തിരി പേര് എന്നോട് മെസ്സേജ് ചോദിച്ചിട്ടോ, ചേച്ചിയുടെ നിയമങ്ങളൊക്കെ സാധിച്ചു കിട്ടിയായിരുന്നു. ഒത്തിരി സമയം എടുത്ത് ചേച്ചിയുടെ നിയമങ്ങൾ സാധിക്കാമെന്ന് കേട്ടോ. എന്റെ നിയമങ്ങളെല്ലാം സാധിച്ചു കിട്ടിയായിരുന്നു കേട്ടോ. എന്റെ നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പെട്ടെന്ന് പറയാവേ, കാരണം നമ്മൾ ഈ 1.5 മിനിറ്റിന്റെ വീഡിയോ അല്ലേ, പെട്ടെന്ന് സമയം തീരും കേട്ടോ. ഞാൻ 1.5 മിനിറ്റ് ഒത്തിരി ലെങ്തി ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്യാറില്ല. അപ്പം എന്റെ എന്തൊക്കെ ആഗ്രഹങ്ങളാണ് സാധിച്ചിട്ട് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാം. ഞാൻ സാമ്പത്തികമായിട്ട് വളരെ ലോ ക്ലാസ് ഫാമിലി ആയിരുന്നു കേട്ടോ. ഇത് ഞാൻ ഇവിടെ കാണിക്കുന്ന എന്റെ വീട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇതായിരുന്നു എന്റെ വീട്, ഇതായിരുന്നു എന്റെ അവസ്ഥ. അവിടെ നിന്നെല്ലാം എന്നെ ദൈവം ഉയർത്തി ഇപ്പൊ ഞാൻ എന്റെ നാട്ടിലെ വീടെല്ലാം സെറ്റ് ചെയ്തു. അതുപോലെ UK-യിൽ ഞാൻ വീട് മേടിച്ചു. ഞാൻ അടുത്ത വീഡിയോയിൽ UK-യിൽ ഞാൻ മേടിച്ച വീട് മേടിക്കാം. ആ വീടിനുണ്ടായ പ്രത്യേകതയും കൂടെ ഞാൻ കാണിക്കാം കേട്ടോ. അതുപോലെ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതമാണ് ആ മാതാവിന്റെ തിരി മാറി ഗ്രേ ആയത്. ആ തിരി ഞാൻ ഇന്നും പൊന്നുപോലെ സൂക്ഷിക്കുന്നു കേട്ടോ. അതൊരു വലിയ മിറാക്കിളാ. അത് മറ്റുള്ളവർക്ക് അത് വിശ്വസിക്കാൻ പറ്റില്ല. എന്റെ ജീവിതത്തിൽ അത് വലിയ മിറാക്കിളാ. പിന്നെ ഞാൻ ആദ്യം വെച്ച നിയോഗം OET പാസ്സാവാനാണ്. OET പാസ്സായി. രണ്ടാമത്തെ നിയോഗം ആ സമയത്ത് കൊറോണ ആയതുകൊണ്ട് കുറെ നാളത്തേക്ക് എന്റെ ഹസ്ബൻഡ് ജോലി നഷ്ടപ്പെട്ടായിരുന്നു. അപ്പൊ അത് തിരിച്ചു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചു. ആ ജോലി തിരിച്ചു കിട്ടി. അതുപോലെ എനിക്കൊരു എഡ്യൂക്കേഷൻ ലോൺ ഉണ്ടായിരുന്നു. പലിശ അടച്ചടച്ചടച്ച് ഞാൻ മടുത്തായിരുന്നു. ആ എഡ്യൂക്കേഷൻ ലോണ് ഞാൻ മാതാവിലെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ ആ എഡ്യൂക്കേഷൻ ലോണ് നിങ്ങൾ വിശ്വസിക്കത്തില്ല, ഭയങ്കര അത്ഭുതം. ആ എഡ്യൂക്കേഷൻ ലോണ് ഗവൺമെന്റ് സ്കീം വഴി അത് ക്ലോസ് ആയി കിട്ടി. എനിക്ക് പിന്നീട് പൈസയൊന്നും എനിക്ക് അടയ്ക്കേണ്ടി വന്നിട്ടില്ല. അത് കംപ്ലീറ്റ്ലി മാതാവ് അത് ക്ലോസ് ചെയ്തു തന്നു. അത് കഴിഞ്ഞ് CBT പാസ്സാവാൻ പ്രാർത്ഥിച്ചു. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ CBT പാസ്സായി. അത് കഴിഞ്ഞ് UK-യുടെ പ്രോസസ്സിംഗ് ഒക്കെ സ്മൂത്ത് ആയിട്ട് നടക്കാനായിട്ട് പ്രാർത്ഥിച്ചു. അതെല്ലാം സ്മൂത്ത് ആയിട്ട് നടന്നു. UK-യിൽ വരാനുള്ള ഡേറ്റ് ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ച സെയിം 26 മെയ് 26-നാണ് ഞാൻ UK-യിലോട്ട് ഫ്ലൈറ്റ് കയറുന്നത്. 27-ന് ഞാൻ UK-യിൽ എത്തുന്നു. അതുപോലെ തന്നെ മാരേജ് സർട്ടിഫിക്കറ്റ് കറക്ഷൻ ചെയ്യാനുണ്ടായിരുന്നു. ഹസ്ബൻഡ് ഡേറ്റ് ഓഫ് ബർത്തിൽ ഹസ്ബൻഡിന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് എടുത്തപ്പോഴും ഹസ്ബൻഡിന്റെ സർട്ടിഫിക്കറ്റ്സിലുള്ള ഡേറ്റുകൾ 2 വർഷത്തെ ഡിഫറൻസ് ഉണ്ടായിരുന്നു. അതെല്ലാം ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് കറക്ഷൻ ചെയ്ത് കിട്ടി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് ഓൾറെഡി കറക്ഷൻ ചെയ്തിട്ട് വരാനായിരുന്നു എനിക്ക് ആഗ്രഹം. കാരണം നമുക്ക് ഇവിടുന്ന് വേറെ എങ്ങനെയും ഓസ്ട്രേലിയ അങ്ങോട്ടെങ്കിലും മൈഗ്രേറ്റ് ചെയ്യണമെങ്കിൽ അന്നേരം നമുക്ക് ഇതിന്റെ ആവശ്യം വരും. അന്നേരം ഞാനിത് എല്ലാം ചേഞ്ച് ചെയ്തിട്ടാട്ടോ ഞാൻ വന്നത്. അപ്പം എനിക്ക് പറയാനുള്ളത് ഇതാണ് എന്റെ ഫസ്റ്റ് ഉടമ്പടിയിലെ നിയോഗങ്ങൾ കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടി 4 തവണ പുതുക്കി. ഇപ്പോഴും ഉടമ്പടി ലൈഫ് കണ്ടിന്യൂ ചെയ്തു പോകുന്നു. പക്ഷെ നമ്മൾ ഒരു തവണ നമ്മുടെ അമ്മമാതാവിനെ നമ്മൾ സമർപ്പിച്ച് നമ്മൾ അമ്മമാതാവിൽ മധ്യസ്ഥനായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഈശോ നോക്കിക്കോളും. പിന്നെ നമ്മളൊന്ന് ഓർത്ത് ബുദ്ധിമുട്ടുണ്ട്. നിയോഗങ്ങൾ വെക്കണ്ട. നമ്മുടെ ആവശ്യങ്ങളിൽ നമ്മുടെ കൂടെ നമ്മുടെ ദൈവമുണ്ട്. നമ്മളെ അറിയുന്ന ദൈവം എപ്പോഴും നമ്മളോട് കൂടെ ഉണ്ട്. നമ്മൾ ദൈവത്തോട് ആത്മാർത്ഥമായിട്ട് കൂടെ നിന്നാൽ മാത്രം മതി. ദൈവത്തിന്റെ കൃപ ഉണ്ടാവും. അപ്പം കൃപാസനത്തിൽ ഉടമ്പടി എടുത്തവരും ഉടമ്പടി എടുക്കാൻ ആഗ്രഹിക്കുന്നവരും നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ കൃപാസനത്തിൽ അച്ഛൻ പറയുന്ന പോലെ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ നിയമങ്ങളെല്ലാം സാധിക്കും. എന്റെ അനുഭവ സാക്ഷിയോട്ടോ ഞാൻ പറയുന്നത്. എനിക്കത് കിട്ടിയത് കൊണ്ടാണ് ഞാൻ കൂടുതൽ മറ്റുള്ളവരിലോട്ട് ഞാനിത് സോഷ്യൽ മീഡിയ വഴി ഇങ്ങനെ ഞാൻ സ്പ്രെഡ് ചെയ്യുന്നത്. എന്റെ അനുഭവം കേട്ടോ. മറ്റുള്ളവരെന്തോ പറഞ്ഞോട്ടെ കൃപാസനം അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന്. പക്ഷെ എനിക്ക് അങ്ങനെ അഭിപ്രായമില്ല കേട്ടോ. ഞാൻ എന്റെ ജീവിതത്തിൽ അനുഭവിച്ച് എന്താണോ ഒരു നന്മ എന്റെ ജീവിതത്തിൽ വന്നത്, ആ നന്മ മറ്റുള്ളവർക്കും കൂടെ പകരാനാണ് ഞാൻ ഇതിലൂടെ ആഗ്രഹിക്കുന്നത് കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോ കാണാവേ. ബൈ.